ലോകത്തിലെ ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള റേറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ പറയുന്ന സ്ഥാപനമാണ് മോഡീസ്. ഇപ്പോൾ അമേരിക്കയിലെ റേറ്റിംഗ് തകർന്നു കരിപ്പണമായിരിക്കുക. ഈ ചാനലുകളുടെയൊക്കെ റേറ്റ് കാർഡ് തകർന്നു പോവില്ലേ? അപ്പോൾ പരസ്യം കുറയും, ചാനൽ പൂട്ടിപ്പോവും, അടച്ചുപൂട്ടും എന്ന് പറയുന്ന പോലെ ഒരു അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ അമേരിക്ക. ട്രംപിൻ്റെ ഈ ഏകപക്ഷീയമായിട്ടുള്ള ഏകാധിപതിയെപ്പോലുള്ള പെരുമാറ്റം ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓരോ കാര്യങ്ങൾ ഇന്ത്യയുമായിട്ട് പിഴച്ചൊങ്കോ 50% എടുക്കുക, അവിടെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ, അവിടെ പുള്ളിയുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഒപ്പിടുക. അമേരിക്ക പോലെ ഇത്രയും സംസ്കാര സമ്പന്നരായിട്ടുള്ള ആളുകളുള്ള ഒരു രാജ്യത്ത്, ഇത്രയും മാനേഴ്സുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ഒട്ടും മാനേഴ്സ് ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു മദ്യപാനിയെ പോലെ എൽസിൻ ഉണ്ടായിരുന്നു റഷ്യയിൽ, പെരിസ്ട്രോയ്ക്കയ്ക്ക് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞു. എപ്പോൾ കണ്ട നേരം വോഡ്കയാണ്. അങ്ങനെ തലയ്ക്ക് വെളിവില്ലാതെ ഭരണാധികാരിയായിട്ടിരുന്ന ആളാണ് ഈ എൽസിൻ. അതുപോലൊരു ഭരണാധികാരിയായിട്ട് മാറിയിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ ലഹരി എന്ന് പറയുന്ന കള്ളായിരിക്കണം എന്നില്ല, എനിക്ക് തോന്നുന്നു നൊബേൽ സമ്മാനം അത് തലയ്ക്ക് അങ്ങ് പിടിച്ചു കഴിഞ്ഞിരിക്കുക. അതിനൊന്നും പറഞ്ഞ് ചെയ്യുന്നതെല്ലാം ബോധത്തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ടാലും അറിയാം, ഒരു തലയ്ക്ക് നല്ല വെളിവുള്ള ഒരു മനുഷ്യനെ പോലൊന്നും അല്ല അദ്ദേഹം നടക്കുന്നതും പ്രവർത്തിക്കുന്നു. തലയ്ക്ക് വെളിവിനെ അടിച്ച് പൂസായിട്ട് നടക്കുന്ന പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ആവാതിരിക്കട്ടെ. ഈ പുള്ളിക്കാരൻ ഇങ്ങോട്ട് 50% ചുങ്കം വിട്ട് റഷ്യയുടെ യുദ്ധം നടത്താൻ, യുദ്ധം പൂർവാധികം ശക്തിയായിട്ട് പോരുക എന്ന് പറഞ്ഞ് മാത്രമല്ല, റഷ്യയുടെ വിമാനങ്ങളെല്ലാം കൂടെ അലാസ്കയ്ക്ക് അവരുടെ അയൽപക്കത്ത് വന്ന് കിടക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.